ഹലോ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് താജ്മഹലിന്റെ അതിരൂപം അറിയാമോ? അല്ലെങ്കിൽ താജ്മഹൽ പണിയാൻ ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷൻ കിട്ടിയത് എവിടെന്നാണെന്ന് അറിയാമോ? അവിടേക്കാണ് നമ്മളുടെ ഇന്നത്തെ യാത്ര, ഹുമയൂൺ ടോംബ്. അതിനായി നമുക്ക് പോകേണ്ടത് വയലറ്റ് ലൈനിലെ ജവഹർലാൽ നെഹ്റു മെട്രോ സ്റ്റേഷനിലാണ്. നമ്മൾ യാത്ര ചെയ്യുന്ന ഡൽഹി മെട്രോയെ പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണേ. ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. ഇന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. പണ്ട് മുതലേ ഈ ക്യൂ എന്ന് പറഞ്ഞ എനിക്ക് തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഓൺലൈൻ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് കൗണ്ടർ എൻട്രിയിൽ നിന്നും നേരെ പോകുന്നത് ഹുമയൂൺ ടോംബ് എൻട്രിയിലേക്കാണ്. എൻട്രൻസ് കയറിയ ഉടനെ നമുക്ക് കാണാൻ പറ്റുന്നത് അതിമനോഹരമായ ഗാർഡനുകളാണ്. ഇതാണ് ചാർബാഗ് ഗാർഡൻ. 4 ഭാഗത്തും ഗാർഡനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ശവകുടീരമാണ് ഹുമയൂൺ ടോംബ്. ഇതാണ് ഹുമയൂൺ ടോംബിന്റെ എൻട്രി ഗേറ്റ്. നമുക്ക് അകത്ത് നിന്ന് ഹുമയൂൺ ടോംബ് കാണാം. ഹുമയൂൺ ടോംബ് എത്തുന്നതിന് മുന്നേ ഹുമയൂൺ ടോംബ് എന്താണ്, എവിടെയാണ്, എങ്ങനെയാണെന്നെല്ലാം അറിയാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന ഫ്ലെക്സ് നോക്കിയാൽ മതി, എല്ലാം മനസ്സിലാവും. എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഹുമയൂൺ ടോംബിന്റെ ചരിത്രം തുടങ്ങുന്നത് 1556-ലാണ്. അന്നാണ് ഹുമയൂൺ മരിക്കുന്നത്. മരണശേഷം 1570 തന്റെ ഭാര്യയായ ഹാജി ബീഗമാണ് ഹുമയൂൺ ടോംബ് പണി കഴിപ്പിക്കുന്നത്. ഇതിലൊരു രസകരമായ കാര്യമുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ഷാജഹാന്റെ താജ്മഹൽ വരുന്നതിന് മുന്നേ ഒരു സ്ത്രീ അവരുടെ ഭർത്താവിന് വേണ്ടി ആദ്യമായി പണി കഴിപ്പിച്ച താജ്മഹൽ. തന്റെ കാമുകന് വേണ്ടിയിട്ടോ ഭർത്താവിന് വേണ്ടിയോ ഒരു ചെറു കല്ല് പോലും വെക്കാത്തവരാണ് സ്ത്രീകൾ എന്ന് പറയുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ അയച്ചുകൊണ്ട് പറയുക. താജ്മഹൽ നിർമ്മിച്ചത് തന്നെ തന്റെ ഭർത്താവിന് വേണ്ടി ഒരു സ്ത്രീ നിർമ്മിച്ച ഈ ഒരു കല്ലറ കണ്ടിട്ടാണെന്ന്. അതും വേറൊരു കല്ലറയൊന്നും അല്ല. 90 മീറ്റർ വീതിയും 47 മീറ്റർ ഹൈറ്റും ഉള്ള ഒരു പടുകൂറ്റൻ കല്ലറ. റെഡ് സാൻഡ് സ്റ്റോണുകളും മാർബിൾ കൊണ്ടും നിർമ്മിച്ച ഈ നിർമ്മിതി 1993 മുതൽ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഹുമയൂൺ ടോംബിൽ നിന്നുകൊണ്ട് ചാർബാഗ് ഗാർഡനുകൾ കാണാൻ അതിമനോഹരമാണ്. ചാർബാഗ് ഗാർഡൻ എന്ന് പറഞ്ഞാൽ വലിയ അർത്ഥമൊന്നുമില്ല കേട്ടോ. ചാർ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ 4 എന്നാണ്. സോ ചാർബാഗ് ഗാർഡൻ എന്ന് പറഞ്ഞാൽ 4 സൈഡും ഗാർഡൻ, അതാണ് അർത്ഥം. ഹുമയൂൺ ടോംബിന്റെ മെയിൻ ഹൈലൈറ്റ് ആണ് ഈ കാണുന്ന പടുകൂറ്റം ഗോപുരം. ഇത് ഫുൾ മാർബിൾ ആണ്. ഈ വൈറ്റ് കാണുന്ന വലിയ ഗോപുരം. ഈ വൈറ്റ് ഗോപുരത്തിനകത്താണ് ഹുമയൂണിന്റെ കല്ലറയിരിക്കുന്നത്. ഇതിന് 42.5 മീറ്റർ ഉയരമുണ്ട്. ടോട്ടൽ ഹൈറ്റ് 47 മീറ്റർ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പറയുന്ന ആ വൈറ്റ് കളറുള്ള ഗോപുരത്തിന് മാത്രം. അകത്തുനിന്ന് 42.5 മീറ്റർ ഉയരമാണ് അകത്തുനിന്നുള്ളത്. ഇനി അകത്ത് ചെന്നിട്ട് എന്താണ് കാഴ്ച എന്ന് ഞാൻ കാണിച്ചു തരാം. പേർഷ്യയിൽ നിന്നും ആർക്കിടെക്ട്സിനെ വരുത്തിയിട്ടാണ് ഹാജി ബീഗം ഈ ടോംബ് പണി കഴിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു പേർഷ്യൻ സ്റ്റൈൽ തന്നെയാണ് ഈ ടോംബിനുള്ളത്. ഇതെല്ലാം പ്യുവർ മാർബിളുകളാണ്. ഇതിനാണ് 42.5 മീറ്റർ ഉയരമുള്ളത്. ഈ കാണുന്നതാണ് ഹുമയൂണിന്റെ കല്ലറ. 1556 ഒരു ലൈബ്രറിയിൽ ഉണ്ടായ ആക്സിഡന്റ്. ഒന്നുമല്ല, ബുക്ക് വായിച്ചതിന് ശേഷം ലൈബ്രറിയിൽ നിന്നും താഴെ വരുന്ന ഹുമയൂൺ പടിക്കെട്ടിൽ നിന്നും താഴെ വീഴുന്നു. തലയിൽ നല്ല പരിക്കേറ്റതിനാൽ ശേഷം മരിക്കുന്നു. ഹുമയൂൺ ടോംബിന്റെ ചുറ്റും വേറെയും ചെറു കല്ലറകൾ കാണാം. ഈ ചെറു കല്ലറകളെല്ലാം മുഗൾ രാജവംശത്തിലെ പ്രധാനപ്പെട്ട അവരുടെ കുടുംബക്കാരുടേതാണ്. എന്നാൽ മുഗൾ രാജവംശത്തിലേ പെടാത്ത മുഗൾസിന്റെ എനിമിയായിരുന്ന, ശത്രുവായിരുന്ന ഒരാളുടെ കല്ലറ ഇതേ കോമ്പൗണ്ടിനകത്തുണ്ട്. അതേതാന്നല്ലേ, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ കല്ലറ, ഇസാ ഖാൻ ടോംബ്. ഇപ്പൊ നിങ്ങളുടെ ചോദ്യം, ആരാണ് ഈ ഇസാ ഖാൻ എന്നല്ലേ? 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു പസ്തൂൺ നോബിൾമാൻ ആണ് ഇസാ ഖാൻ. ഷേർഷാ സൂരിയുടെ കാലത്ത് വലിയൊരു അഫ്ഗാൻ പടത്തലവനായിരുന്നു ഈ ഇസാ ഖാൻ. ഇതിനെല്ലാം പുറമെ മുഗൾസിനെ വളരെയധികം എതിർത്തിരുന്ന ഒരു പത്താൻ ചീഫ് കൂടാണ് ഇസാ ഖാൻ. 1547 ഇസാ ഖാന്റെ മരണശേഷം ഇസാ ഖാനു വേണ്ടി നിർമ്മിച്ച ടോംബാണിത്. മൊത്തത്തിൽ ഹുമയൂൺ ടോംബിനേക്കാൾ 20 വർഷം പഴക്കമുള്ളത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഡൽഹിയിലെ അടുത്തൊരു വിശേഷമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.